ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രഗ്നൻസി വേണോ വേണ്ടയോ, മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് വരെ ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, സാധാരണ ഞാൻ ഷോർട്സിലൂടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാറുള്ളത്. ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലൂടെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. ഏകദേശം 2.5 മില്യൺ വ്യൂസിലേക്ക് അത് അടുക്കാറാവുന്നു. കുറേ നല്ല കമൻസ് എനിക്ക് വന്നു. ഒരു ഡെലിവറി സ്റ്റോറി ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, പിന്നെ എൻ്റെ പോലത്തെ അനുഭവങ്ങളുണ്ടായവർ എനിക്കും ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ ഒരു ഡെലിവറി എന്ന് പറയുന്നത് അത്ര സിമ്പിളായിരുന്നില്ല. ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 6 to 7 മന്ത്സ് വരെ ഞങ്ങൾക്ക് വളരെ ടഫായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രഗ്നൻസി വേണോ വേണ്ടയോ, മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് വരെ ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയവരും ഇനി പ്രഗ്നൻ്റ് ആവാൻ പോകുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. November 5th, 2023 അതൊരു സൺഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ സർപ്രൈസായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് തീരുമാനിച്ച ഡേ ആയിരുന്നു. അതായത് കാലിക്കറ്റിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക്. നോർമലി ഞങ്ങൾ ട്രെയിനിലാണ് പോകാറുള്ളത്. ഞങ്ങൾ വിചാരിച്ചു റോഡ് ട്രിപ്പ് ആകാം, കാറിൽ പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പറഞ്ഞിട്ടില്ല വരുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കേജിങ്ങും പിന്നെ അതേപോലെ പർച്ചേസിങ്ങൊക്കെ ആയിട്ട് ഞങ്ങൾ തലേന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാലിക്കറ്റ് ടൗണിലേക്ക്. അപ്പം പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഒരു പ്രഗ്നൻസി കിറ്റ് മേടിക്കാമെന്നുള്ളത്. കാരണം എനിക്ക് പീരിയഡ്സ് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് PCOD ഒക്കെ ഉള്ളതുകൊണ്ട് നോർമലി ആ ഡിലേ വരാറുള്ളതാണ്. പക്ഷേ ഹസ്ബൻഡ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു കിറ്റ് മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങളൊരു 4 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. ഒരു 3 മണിയായപ്പോഴത്തേനും ഞങ്ങൾ എണീറ്റു. സോ ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് ഞാൻ ജസ്റ്റ് എന്താ പറയുക, വാങ്ങിച്ച സ്ഥിതിക്ക് ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സർപ്രൈസിംഗ്ലി ആ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിട്ടാണ് വന്നത്. പെട്ടെന്ന് എനിക്ക് എന്താ, ഞാൻ ഇനി ഉറക്കപ്പിച്ചിൽ കാണുന്നതാണോ ആ 2 വര എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആ വീട്ടിലിപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. വെളുപ്പിന് 3 മണി ടൈമാണ്. ഞാൻ വെച്ചാൽ ആദ്യമേ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് നേരത്തെ തന്നെ കുളിച്ച് താഴെ പൂജാമുറിയിലായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ ന്യൂസ് അറിയിച്ചു. അപ്പോൾ ആളും ഞെട്ടിപ്പോയി ആദ്യമേ. എപ്പോഴത്തേം പോലെ ഇത്തവണ പൈസ പോയി എന്നുള്ളൊരു അതേ തമാശ രീതിയിൽ ഞങ്ങളങ്ങനെ പറയുന്നതായിരുന്നു. അപ്പം ആൾക്കും ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ണ് നിറഞ്ഞുപോയി. എന്താ സ്വപ്നമാണോ കാണുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് അമ്മ. അപ്പം ആൾ വന്നപ്പോഴത്തേനും ഞാൻ അമ്മയുടെ അടുത്ത് ഈ ഒരു കാര്യം ഹസ്ബൻഡിന് പറയാനൊരു ചമ്മൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സത്യമാണോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന് 5:30 ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പം. 4 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. 5:30 ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കാറിനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിലേക്കുള്ള യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പറഞ്ഞ പോലെ. അതായത് ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പത്തനംതിട്ടയിലെത്തി. ഞങ്ങളെ കണ്ടതും ഞങ്ങളുടെ പേരൻസ്, അതായത് എൻ്റെ പേരൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർ ഷോക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ആ ഷോക്കിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ന്യൂസും കൂടെ അവരുടെ അടുത്ത് പറയാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് റിവീൽ ചെയ്തു, ഈ പറയുന്ന പോലെ നമ്മൾ ടെസ്റ്റ് ചെയ്തു പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ എന്തായി, ഇരട്ടി മധുരമായി. സോ അങ്ങനെ പിറ്റേന്ന് ഞങ്ങളിവിടെ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, കൺഫേം ആണെന്നുള്ള റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രഗ്നൻസിയിലുണ്ടാവുന്ന ചില ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് 3-ാം മാസത്തെ സ്കാനിങ്. സോ അതിനായിട്ട് എൻ്റെ സിസ്റ്ററിലെ ഒരു പീഡിയാട്രിഷ്യനാണ്. അപ്പം ആൾ പറഞ്ഞു നമുക്ക് മാട്രിയ ഹോസ്പിറ്റലിൽ പോകാം. ആളുടെ സെക്കൻഡ് ഡെലിവറി അവിടെയായിരുന്നു, കാലിക്കറ്റ്. ആ ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി കസിനാണ്. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ സ്കാനിങ്ങിൻ്റെ ഡേ വന്നു. സ്കാനിങ്ങിനായിട്ട് കയറി. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഡക്ടസ് വിനോസസ് എന്ന് പറയുന്നൊരു വെയിൻ
അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ വെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നതിൻ്റെ പ്രഷർ കുറയ്ക്കുന്ന ഒരു വെയിനാണത്. അത് നോർമലി വൂമ്പിൽ കിടക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് അത് ആവശ്യമുള്ളത്. ആ കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോവുക, അങ്ങനെ എന്താണ് അവർ പറഞ്ഞത്. പക്ഷെ വൂമ്പിലുണ്ടാകുന്ന സമയത്ത് അത് ഉണ്ടാവണം. അപ്പം അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലറോ ലിവർ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്കുണ്ടാവും. പക്ഷേ നോർമലി ഉള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമൊന്നും കുട്ടിയിൽ കാണുന്നുമില്ല. നമ്മൾ വിചാരിച്ചു ഓക്കെ, ഒരു 13 വീക്സിന് മുമ്പായിരുന്നു പോയത്, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അത് വിസിബിൾ ആവും എന്നുള്ള രീതിയിലൊരു പ്രതീക്ഷയിൽ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് സ്കാനിങ്ങിൽ നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പക്ഷെ അത് കേട്ടപ്പോൾ തൊട്ട് ഒരു ചെറിയൊരു ടെൻഷൻ എനിക്ക് വന്നു തുടങ്ങി. വാട്ട് ഇഫ് നെക്സ്റ്റ് സ്കാനിലും അതില്ലെങ്കിൽ എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളമാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതിൻ്റെ എക്സ്പേർട്സ് പറയുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്കാനിങ്ങിൽ പോയി എന്താണ് കാര്യം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് വിചാരിച്ചു. 16th വീക്ക് ആയപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ സ്കാനിങ്ങിന് പോയി. സോ ഇത്തവണ ആ ഒരു വെയിൻ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൺഫേം ചെയ്തു ഈ പറയുന്ന ഡക്ടസ് വിനോസ് എന്ന് പറഞ്ഞ വെയിൻ ഇല്ല എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കി. ഇനി എന്ത്, വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്തു ഒരു കാര്യം ചെയ്യൂ, ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിനെ കാണിക്കും. അവർ കുറച്ചും കൂടെ അവർക്ക് ഡീപ്പായിട്ട് നോക്കിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ എൻ്റെ സിസ്റ്ററിലോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, ആളൊരു പീഡിയാട്രീഷ്യനാണ്. അപ്പം ആ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ട് ഉണ്ട്. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെ ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോക്ടർ കൺഫേം ചെയ്തു ഈ പറയുന്ന പോലെ ഡക്ടസ് വിനോസസ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു ഓപ്ഷനും കൂടെ തന്നു, നമുക്കൊരു ടെസ്റ്റും കൂടെ ചെയ്യാം, ആംനിയോ സിന്തസിസ് ടെസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 95% വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. അതും 95% മാത്രമേ ഉള്ളൂ, പിന്നെയും 5% ബാക്കിയാണ്. പക്ഷേ ഇങ്ങനൊരു ഘട്ടത്തിൽ നമ്മൾ എന്തായാലും അത് ചെയ്യുമല്ലോ. അത് കുറച്ച് എക്സ്പെൻസീവാണ്. അതേപോലെ അതിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം 3 ആഴ്ചയെങ്കിലും എടുക്കും. ഈ 3 ആഴ്ച എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 24 വീക്സ് അടുപ്പിച്ചാവാൻ പോകുന്നൊരു സമയമാണ്. കാരണം 24 വീക്സിന് മുമ്പേ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഡക്ടസ് വെനോസസ് ഇല്ല എന്നുള്ളത് കൺഫേംഡ് ആണ്. അതേപോലെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിലും പോസിറ്റീവ് തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അങ്ങനെ എൻ്റെ സിസ്റ്ററിലോ പീഡിയാട്രിഷ്യനാന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ആൾ തന്നെ സജസ്റ്റ് ചെയ്തു ചെന്നൈയിൽ ഈ ഒരു ഫീറ്റൽ മെഡിസിനും വേണ്ടി മാത്രമായിട്ടൊരു ക്ലിനിക്കുണ്ട്. അവിടെ ഡോക്ടർ സുദർശൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, ആളെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് കളയാൻ സമയമില്ല, 24 വീക്സ് അടുപ്പിച്ചാവുന്നു. സോ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ചെന്നൈയിലേക്ക്. ആ ട്രാവൽ വളരെ ഹെക്റ്റിക്കായിരുന്നു, സീറ്റില്ല, നൈറ്റിലാണ് പോകുന്നത്. ഈ ഒരു 5 മന്ത്സ് പ്രഗ്നൻസി വെച്ച് ഞാൻ ഏകദേശം ഒരു 5-6 മണിക്കൂർ നിന്നാണ് പോയത്. എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുക, ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക, ഇതിനൊരു കൺക്ലൂഷൻ കൊണ്ടുവരിക, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു കൺക്ലൂഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തി. രാവിലെ തന്നെ ക്ലിനിക്കിലേക്ക് പോയി. ഏകദേശം വൈകുന്നേരം 3 മണി വരെ എനിക്കവിടെ നിൽക്കേണ്ട വന്നു. അങ്ങനെ സ്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡോക്ടർ ഞങ്ങളെല്ലാവരും വിളിച്ചു ഈ എന്താണ് ഫൈൻഡിങ്സ് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡക്ടസ് വെനോസസ് ഇല്ല. അവിടെയും ഡോക്ടർ പറഞ്ഞത് ഇല്ല, കൺഫേംഡ് ആണ്. പക്ഷേ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇങ്ങനത്തെ സിമിലർ കേസസ് ആൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ആ ഒരു റൂട്ട്, ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ചെയ്യാൻ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഷുവറായിട്ട് നിങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോവാം എന്നുള്ളൊരു ധൈര്യം തന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മെൻ്റലി പ്രിപ്പയർഡ് ആയത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്തു. ഞങ്ങൾ നാട്ടിലെത്തി.
നോർമൽ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് 32 വീക്സിലെ മാട്രിയോ ഹോസ്പിറ്റലാണ് പോയത്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു ഡക്ടസ് വെനോസസ് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ട്. അതായത് നോർമലി ഉള്ള സ്ഥലത്തല്ലാതെ ഉള്ളത്. പിന്നെ അതേപോലെ കുട്ടി കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോഴായിരുന്നു അതിൻ്റെ ഒരു വിസിബിലിറ്റി അവർക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ഒരു 1% പോലും ടെൻഷൻ അടിക്കാനില്ലല്ലോ. അങ്ങനെ നിന്ന സമയത്താണ് എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 27 ആണ്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വാട്ടർ ബ്രേക്ക് ഉണ്ടായതും പിന്നെ അതേപോലെ മെയ് 24 ഞാൻ ഒരു ബേബി ബോയ്ക്ക് ഡെലിവറി ചെയ്തതും. അപ്പം ബാക്കി എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ ആ ഷോർട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീണ്ടും അത് വലിച്ചു നീട്ടുന്നില്ല. ഇപ്പോൾ എന്തായാലും അവന് നോർമൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനിച്ച സമയത്ത് 2.77 ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ്. ഇപ്പോൾ 4.75 ഉണ്ട്. ഇപ്പം ഞാനും മോനും ഭയങ്കര സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. എൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പം ഇങ്ങനെയാണ് സംഭവ ബഹുലമായ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി. അപ്പോൾ എനിക്കെന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു സിറ്റുവേഷൻ വന്നാലും, പ്രഗ്നൻസിയിൽ മാത്രമല്ല എന്തൊരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും പ്രതീക്ഷ ഒരിക്കലും കൈവിടാതിരിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവർ തന്നൊരു സപ്പോർട്ട് അതെനിക്ക് കുറച്ചും കൂടെ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ടഫായിരുന്നെങ്കിലും കുറച്ചും കൂടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റി. അപ്പോൾ നിങ്ങളിങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹോപ്പ് കൈവിടാതിരിക്കുക.